ലൈംഗിക ആരോപണ വാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കു മുറുകുന്നുവെന്ന വാർത്ത. ഗർഭഛിദ്രത്തിനിരയായ പെൺകുട്ടി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാൻ സാധ്യതയുണ്ട്. പരാതി ലഭിച്ചാൽ ലൈംഗിക ആരോപണ വാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷെവീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. പറയൂ ഷെവീദ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദം തലപൊക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ ആരോപണത്തിൽ മറ്റ് നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ സെക്കൻഡ് പാർട്ടി മൊഴികളൊക്കെ എടുത്ത് നേരിട്ട് മൊഴികളോ പരാതികളോ ഇല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണം ഏതാണ്ട് അനിശ്ചിതാവസ്ഥയിൽ പൊക്കൊണ്ടുമിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാട്സ്ആപ്പ് ചാറ്റും ഒരു ശബ്ദരേഖയും പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് ഗർഭം ധരിക്കാനും ഗർഭചിത്രത്തിനും നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് തെളിയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ചില രേഖകളാണ് പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെ വിവാദം രാഷ്ട്രീയമായി പോലും കത്തിക്കയറി. ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആ ലൈംഗികാരോപണത്തിന് വിധേയമായിട്ടുള്ളത് അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയിട്ടുള്ള പെൺകുട്ടി പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തന്നെ നേരിൽ കണ്ട് പരാതി നൽകിയേക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആ പെൺകുട്ടി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ പലതവണ SIT സംഘം ഈ ലൈംഗികാരോപണ വിവാദത്തിൽ സൂചനകളുള്ള പെൺകുട്ടികളെ കണ്ടവർക്ക് പരാതി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ പരാതിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ഇപ്പോൾ അതല്ല സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ കാണാനുള്ള നീക്കങ്ങൾ ചില വിവരങ്ങളായി പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടാൽ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചത് ഒരു പോസിറ്റീവ് വേ ആയി മാറും. കാരണം ഇതുവരെ ഒരു നേരിട്ട് പരാതി ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരിട്ട് പരാതി ലഭിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. SIT അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും അത് എന്നുള്ളതും ശ്രദ്ധേയം. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നിലപാട് ഇന്നലെ നമ്മൾ കേട്ടു. അദ്ദേഹം നേരത്തെ ആവർത്തിച്ച അതേ നിലപാട് തന്നെ പറയുകയാണ്. ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടാകട്ടെ, മാത്രമല്ല താൻ ഇന്ത്യയിലെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നൊക്കെയുള്ള പതിവ് കാര്യങ്ങൾ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചത്. ഏതായാലും ആ വിവാദം കത്തുകയാണ്. രാഷ്ട്രീയമായി കോൺഗ്രസിനടക്കം വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണം അത് കൂടുതൽ ചർച്ചയാകുന്നു. ഓക്കെ ഷെഫീദ്, യഥാർത്ഥത്തിൽ ഈ ആരോപണം ഇന്നലെ വീണ്ടും ഉയർന്നു വന്നതിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിന്റെ പിന്നിൽ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മളുടെ അന്വേഷണത്തിൽ, അതായത് നമ്മൾ വ്യക്തിപരമായിട്ട് അടക്കം അന്വേഷിച്ചൊരു കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം അതിനുണ്ട് എന്ന് നമുക്ക് കരുതാനാകില്ല. ഒരു പക്ഷേ നിലവിലിപ്പോൾ നമ്മൾ പലതരത്തിലുള്ള അടിയൊഴുക്കുകൾ, പലതരത്തിലുള്ള അന്തർധാരകളൊക്കെ ഈ വിവാദത്തിന് പിന്നാലെ സജീവമായതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ നമുക്കറിയാം ആ ഓഡിയോ പുറത്തേക്ക് വരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി, സമൂഹത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യനായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു ലൈംഗിക ആരോപണം ഒരാൾക്കെതിരെ, രാഷ്ട്രീയ നേതാവിനെതിരെ ഉന്നയിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അന്വേഷണ സംഘം, സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്ന പെൺകുട്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം അത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ സാഹചര്യത്തിൽ, ഒരു എക്സ്റ്റേണൽ പ്രഷറിന്റെ പുറത്തുണ്ടായതാണ്, അല്ലെങ്കിൽ ഈ ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നതെന്ന് നമുക്ക് കരുതാനാകില്ല. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ രാഹുലും അതേപോലെ തന്നെ പെൺകുട്ടിയുമായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ നിലവിൽ ആ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, അക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി അത് ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പുറത്തു വരാനുള്ള കാരണം ഒരു എക്സ്റ്റേണൽ പ്രഷറാണ് എന്ന് നമുക്ക് കരുതാനാകില്ല. മാത്രമല്ല, പെൺകുട്ടി പോലീസിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ട തലങ്ങളിലേക്കായിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദം പോവുക. അത് മറിച്ച് നിയമപരമായി മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.